ഗൈസ് വെൽക്കം. ഐ ആം അലിൻ ജോസ് പെരേര, മൂവി റിവ്യൂവർ, പ്രസംഗമാണ്. അപ്പോൾ ഞാൻ ഇന്ന് തിയേറ്ററിൽ പോയിട്ടൊരു പടം കണ്ടു. മമ്മൂക്കാൻ്റെ ബ്രഹ്മാണ്ഡ പടമായ സിനിമയായ ബ്രഹ്മയുഗം കണ്ടു. രാഹുൽ സദാശിവനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്, പുതുമുഖമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതുമുഖത്തിൻ്റെ ഒരുതായിട്ടുള്ളൊരു സംവിധാനക്കുറവൊന്നും ഈ സിനിമയ്ക്ക് കണ്ടിട്ടില്ല. നിരന്തരം സിനിമ നിൽക്കുന്നൊരു വർക്കറിൻ്റെ തന്നെ പവർ ഈ സിനിമയ്ക്ക് കണ്ടു. അപ്പോൾ മമ്മൂക്കാൻ്റെ ഒരു അക്ഷമയതോ തന്നെ പറയാം, മമ്മൂക്കാൻ്റെ ഒരു ഹുക്കുമെന്ന് തന്നെ പറയാം. വ്യത്യസ്തം നിറഞ്ഞൊരു കഥാപാത്ര മികവാണ് മമ്മൂക്കാൻ്റെ ഓരോ സിനിമകൾ കഴിയുമ്പോഴും കാണുന്നത്. ഇപ്പോൾ നൻപകൽ നേരത്ത് മയക്കം, വിധേയൻ, പകലരി മാണിക്യം അതുപോലുള്ള സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ വ്യത്യസ്തം നിറഞ്ഞൊരു സിനിമയാണ്. ഡയലോഗുകളുടെ ശൈലികളും പ്രായമേനിയുള്ള പ്രശ്നങ്ങളെല്ലാം കൂടി കാണിക്കുന്ന ഒരു വ്യത്യസ്തം നിറഞ്ഞുള്ള മേക്ക് ഓവറാണ്. വയസ്സായിട്ടുള്ള ക്യാരക്ടർ അധികം ചെയ്തിട്ടില്ല, പക്ഷേ ഇതിൽ ത്രൂ ഔട്ട് പ്രായമേനിയുള്ള റോളാണ്, അത് ശക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അർജുൻ അശോകൻ സാറിനൊപ്പം നല്ല രീതിയിലാണ് മത്സരിച്ചാണ് മമ്മൂക്ക അഭിനയിച്ചിരിക്കുന്നത്. ഫൈറ്റ് എന്താണ് ഗംഭീര ഫൈറ്റാണ്. പിന്നെ ഡ്രാക്കുള പോലുള്ള അഭിനയ മികവാണ് മമ്മൂക്ക കാഴ്ചവെച്ചിരിക്കുന്നത്. പേടിപ്പെടുത്തുന്ന ഭയാനകമായിട്ടുള്ള ഒരു ആകർഷമിതമായിട്ടുള്ള ഒരു പെർഫോമൻസാണ് മമ്മൂക്കാൻ്റെ കരിയറിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂക്കാൻ്റെ ഒരു കരിയർ ബസ്റ്റ് സിനിമ എന്ന് തന്നെ പറയാം ഈ ബ്രഹ്മയുഗം. കലിയുഗത്തിലെ ബ്രഹ്മയുഗമാണ് യഥാർത്ഥ ബ്രഹ്മയുഗം. അപ്പോൾ തീർച്ചയായിട്ടും കാണേണ്ട, വൺ ടൈമായിട്ട് വാസ്തവമായിട്ട് കാണേണ്ട ഒരു മമ്മൂക്ക സിനിമയാണ്. ഇതിൽ മണികണ്ഠൻ ആചാര്യുണ്ട്. അതൊക്കെ മണികണ്ഠൻ ആചാര്യൊക്കെ നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് വൈസ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. പിന്നെ സിദ്ധാർത്ഥ ഭരതനും അർജുൻ അശോകനും മമ്മൂക്കയുമാണ് ഇതിൽ ത്രൂ ഔട്ട് ചേരിക്കുന്നത്. ഇതിൽ ക്രൗഡ് കുറവാണ്, അതാണ് ഏറ്റവും വലിയൊരു പോരായ്മ. ബാക്കി ഒന്നും തന്നെ പോരായ്മ എടുത്തു പറയാനില്ല. ക്രൗഡ് കുറവാണ്. കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റിനെയൊക്കെ വെക്കാറുണ്ട് പല സീക്വൻസിലൊക്കെ. പക്ഷേ ഇതിൽ 3 ക്യാരക്ടർ വൈസിലാണ് കഥ പറഞ്ഞു പോകുന്നത്. അർജുൻ അശോകനും നമ്മുടെ സിദ്ധാർത്ഥ ഭരതനും മമ്മൂക്കയും എത്തിപ്പെടുന്നു. ആ ഒരു മനയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഒരു ഹൊറർ മോഡിലാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. ഫാമിലി ഹൊറർ ത്രില്ലിങ് എൻ്റർടൈൻമെൻ്റ് ആണ്. ലാഗ് ഇല്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു 2.5 മണിക്കൂർ നേരം തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. പിന്നെ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രം വീഡിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും പ്രത്യേകത തന്നെ സിനിമയാണ്. കാരണം 35 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മലയാള സിനിമ തിയേറ്ററിലേക്ക് വന്നിരിക്കുന്നത്. മമ്മൂക്കൻ്റെ കരിയറിൽ നിന്ന് ആദ്യത്തെ സിനിമയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇപ്പോൾ പുതുതലമുറയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ എത്രത്തോളം ആളുകൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. പലർക്കും അത് കളറിൽ വന്നാൽ കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ ഓളവും തീരമൊക്കെ വരുന്നുണ്ട്. അത് ലാലേട്ടൻ്റെ ഓളവും തീരമൊക്കെ പ്രിയദർശൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു തുടർച്ച മാത്രമാണ്. ഇനിയും പല സിനിമകളും ഉണ്ടാകും. പക്ഷേ എൻ്റെ അച്ഛനപ്പന്മാരുടെ കാലഘട്ടത്തിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കണ്ടത്. ഒരു 80s 90s കാലഘട്ടത്തിലാണ് ഞാൻ ജനിക്കുന്ന മുമ്പാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ വന്നത്. ഞാൻ ജനിച്ചു കഴിഞ്ഞ് 2000 കഴിഞ്ഞിട്ട് കളർ സിനിമകളാണ് വന്നത്. അപ്പോൾ എന്തുകൊണ്ടും കളർ സിനിമകളുടെ കാലത്ത് ഒരു പുതുമ നിറഞ്ഞൊരു ആസ്വാദനം തന്നെയായിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. പിന്നെ മമ്മൂക്കൻ്റെ അഭിനയത്തെ പറ്റി പറയുമ്പോൾ ബ്രഹ്മാണ്ഡ അഭിനയം എന്ന് തന്നെ പറയാം. വ്യത്യസ്തം നിറഞ്ഞ ഭാവാഭിനയങ്ങളുടെ ചക്രവർത്തി എന്ന് തന്നെ പറയാം. ഒട്ടും ബോറടിപ്പിക്കാൻ കാണാൻ പറ്റുന്ന ഒരു സീരിയസ് മൂഡിൽ കാണാൻ പറ്റുന്ന മമ്മൂക്കാൻ്റെ പക്ക ക്ലാസ് മാനായിട്ടാണ് മമ്മൂക്ക അവതരിപ്പിച്ചത്. കുറച്ച് സീക്വൻസിൽ ഡയലോഗ് ഇല്ലാത്ത വശങ്ങളിൽ ലാഗ് തോന്നും എങ്കിലും കുറച്ച് സീക്വൻസിൽ ലാഗ് അനുഭവപ്പെടുന്നില്ല. പക്ഷേ ത്രൂ ഔട്ട് ലാഗില്ലെങ്കിലും കുറച്ച് സീക്വൻസിലൊക്കെ ലാഗ് അനുഭവപ്പെട്ടു. എങ്കിലും മമ്മൂക്കാൻ്റെയൊക്കെ അപ്പിയറൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പക്ക ക്ലാസും ചെറുതായിട്ടും മാസും നിറഞ്ഞ എലമെൻസാണ്. പേടിപ്പെടുത്തുന്ന പണ്ട് 2012 സുധീറിൻ്റെ ഡ്രാക്കുള വന്നു, യക്ഷീഞാനൊക്കെ വന്നു. അപ്പോൾ അതേപോലൊരു പേടിപ്പെടുത്തുന്ന തരത്തിലാണ് മമ്മൂക്ക ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഒരു മനയിൽ നടക്കുന്ന സീരിയസും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളെ നല്ല രീതിയിൽ തന്നെ വയലൻസും ഉണ്ട്. തീർച്ചയായിട്ടും ധൈര്യമുള്ളവർ വന്ന് കാണേണ്ട മികച്ചൊരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിരിക്കും.